ഇപ്പോൾ വിട ചൊല്ലിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ പൊതുദർശനം തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമിയിൽ പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തെ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ സംഗീത നാടക അക്കാദമിയിലേക്ക് ഒഴുകിയെത്തുന്നത്. രാവിലെ വീട്ടിലെത്തിച്ചതിന് ശേഷം പൂങ്കുന്നത്തെ വീട്ടിലെത്തിച്ചതിന് ശേഷം അവിടെ നിന്നുമാണ് സംഗീത നാടക അക്കാദമിയിലേക്ക് കൊണ്ടുവന്നത്. അവിടെ പൊതുദർശനം പുരോഗമിക്കുന്നു. സംഗീത നാടക അക്കാദമിയിൽ പി ജയചന്ദ്രൻ്റെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. മന്ത്രിമാരും ജില്ലാ കളക്ടറും അന്തിമോപചാരം അർപ്പിച്ചു. ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകരും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിച്ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും നേതാക്കളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കടുത്ത ദുഃഖവും നിരാശയും ഒക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ എക്കാലവും ഓർത്തിരിക്കുന്ന ഗായകനായി കാലമടയാളപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒക്കെ തന്നെ നിലനിൽക്കും കാലങ്ങളോളം. അനശ്വരമായി തന്നെ ഇത് തുടരുമെന്നാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ അനുശോചനക്കുറിപ്പിൽ പങ്കുവച്ചത്. തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമിയിലാണ് പി ജയചന്ദ്രൻ്റെ ഭൗതിക ശരീരം പൊതുദർശനം പുരോഗമിക്കുന്നത്. നിരവധി പ്രമുഖരും നാട്ടുകാരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആരാധകരും ആസ്വാദകരുമായിട്ടുള്ള നിരവധി പേർ ഇപ്പോൾ സംഗീത നാടക അക്കാദമിയിലെ ഈ ഹാളിലേക്ക് എത്തിച്ചേരുകയും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിച്ചേരുന്ന സംഗീത നാടക അക്കാദമിയിൽ നിന്നും നമ്മുടെ പ്രതിനിധി ലെവിൻ കെ വിജയൻ കൂടിയുണ്ട്. ലെവിൻ, ഒരുപക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനെ, ഹൃദയങ്ങളിൽ ആഴങ്ങളിൽ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച പി ജയചന്ദ്രനെ ഓർത്തെടുക്കുകയാണ് സാംസ്കാരിക ലോകം. ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമൊക്കെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സമയമാണ്. പൊതുദർശനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? 9:30 വീട്ടിൽ ആശുപത്രിയിൽ നിന്നും മൃതദേഹം വീട്ടിലെത്തിച്ചത്. പി ജയചന്ദ്രന്റെ ഭാര്യ വീട്ടിലാണ് മൃതദേഹം എത്തിച്ചത്. അവിടെ ഏകദേശം 1 മണിക്കൂർ സമയത്തെ പൊതുദർശനത്തിന് ശേഷം, അല്ലെങ്കിൽ വീട്ടിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അടക്കം ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കിയതിനു ശേഷം 10:30 മൃതദേഹം സംഗീത നാടക അക്കാദമിയിലേക്ക് എത്തിച്ചത്. സംഗീത നാടക അക്കാദമിയിൽ പരമാവധി ആളുകൾക്ക് മൃതദേഹം കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് അതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയത്. മന്ത്രിമാരായിട്ടുള്ള ആർ ബിന്ദുവും കെ രാജനും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും അടക്കമുള്ള അവർ ചേർന്നാണ് സംഗീത നാടക അക്കാദമിയിൽ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഇതിനുശേഷം അന്തിമോപചാരം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്നു. സംസ്ഥാന സർക്കാരിന്റെ
ഔദ്യോഗികമായിട്ടുള്ള ആദരം അർപ്പിച്ചു. അതിനുശേഷം പൊതുജനങ്ങൾക്കും സംഗീത ആസ്വാദകർക്കും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരം റീജിയണൽ തിയേറ്ററിലാണ് പരമാവധി ഒരുക്കിയിരിക്കുന്നത്. സംഗീത നാടക അക്കാദമിയിലെ റീജിയണൽ തിയേറ്റർ ഹാളിലാണ് മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ നൂറുകണക്കിന് ആസ്വാദകരും പൊതുജനങ്ങളുമൊക്കെയാണ് പ്രിയ ഗായകന്റെ ഭൗതികദേഹം അവസാനമായി ഒരു വട്ടം കാണുന്നതിനായി എത്തിയിട്ടുള്ളത്. നിരവധി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയും സംവിധായകൻ സത്യനന്ദിക്കാട് അടക്കമുള്ള പ്രമുഖർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം അവരുടെ അന്തിമോപചാരം നടക്കും. പൊതുജനങ്ങളും സാധാരണക്കാരുമായിട്ടുള്ള പി ജയചന്ദ്രനെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കണ്ട് അവസാനമായി ഒരു നോക്ക് കാണുന്നതിനും മറ്റുമായി എത്തിയിട്ടുള്ളത്. നിരവധി ആളുകൾ ഇപ്പോഴും വരി നിന്ന് മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി കാത്തു നിൽക്കുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനെ അവസാനമായി കണ്ട് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി നിരവധിയായിട്ടുള്ള ആളുകൾ പല സ്ഥലങ്ങളിലായി ജില്ലയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10:30 മുതൽ ഏകദേശം 1 മണി വരെയുള്ള സമയത്തായിരിക്കും ഇവിടെ മൃതദേഹം പൊതുദർശനത്തിനായി വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് വീട്ടിലെ തിരക്ക് ഒഴിവാക്കി ഇവിടെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനുള്ള അവസരം പരമാവധി ഒരുക്കിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സാംസ്കാരിക പ്രമുഖർ എത്തിയിട്ടുണ്ട്. പലരും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അല്പസമയങ്ങൾക്കകം ഇവിടേക്ക് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ള മന്ത്രിമാർ 2 പേരും ഇവിടെ പൂർണ്ണമായും ഈ പൊതുദർശനത്തിന്റെ സമയം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വളരെ ദുഃഖാർത്തരായി പ്രിയ ഗായകന്റെ വിടവാങ്ങലിൽ വളരെ മനസ്സ് നൊമ്പരപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഒരുപാട് പേരെ നമുക്കിവിടെ കാണാം. മലയാള സംഗീത ശാഖയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് ഈ ഒരു ആൾക്കൂട്ടം ഇവിടെ അദ്ദേഹത്തെ തെളിയിക്കുന്നത്. അദ്ദേഹത്തെ ജനങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു ആൾക്കൂട്ടം ഇവിടെ നിന്നും നമുക്ക് കാട്ടിത്തരുന്ന ഒരു കാഴ്ച. ഇനിയും വൈകുന്നേരം വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലെ ഒരു നല്ല ഭാഗവും തൃശ്ശൂരിലാണ് അദ്ദേഹം ജീവിച്ചത്. എറണാകുളംകാരനാണെങ്കിലും തൃശ്ശൂർകാരനായി ജീവിച്ച അദ്ദേഹത്തെ കാണുന്നതിനും മറ്റുമായി തൃശ്ശൂരിൽ നിന്നുള്ള വലിയ വിഭാഗം ആളുകൾ ഇവിടേക്ക് എത്തുന്നു. നിരവധി സാംസ്കാരിക പ്രമുഖർ, സാഹിത്യ, സാമൂഹിക, സിനിമാ രംഗത്തെ നിരവധി പ്രമുഖർ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. സംവിധായകൻ കമൽ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാത്തുനിന്ന് അദ്ദേഹത്തെ ഒരു വട്ടം കാണുന്നതിനായി ഇനിയും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യമായി പറയാനുള്ളത്. പ്രധാനപ്പെട്ട സംഗതികൾ എന്നുള്ളത് വരുന്ന ഒരു 2 മണിക്കൂർ സമയം കൂടി ഇവിടെ പൊതുദർശനം അനുവദിച്ച് പരമാവധി ആളുകൾക്ക് തിക്കും തിരക്കും ഒഴിവാക്കി ഈ പ്രിയ ഗായകനെ കണ്ടു മടങ്ങുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളതായാണ് ജില്ലാ ഭരണകൂടവും മറ്റും അറിയിച്ചിട്ടുള്ളത്. ഉച്ചയോടുകൂടിയാകും മൃതദേഹം തിരികെ വീട്ടിലേക്ക് എത്തിക്കുക. പൂങ്കുന്നത്തെ വീട്ടിലും വലിയ ജനത്തിരക്ക് രാവിലെ ഉണ്ടായിരുന്നു. അവിടെയും നൂറുകണക്കിന് ആളുകൾ കാത്തുനിന്നാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിയത്. മന്ത്രിമാരായിട്ടുള്ളവരെല്ലാവരും അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് പ്രമുഖരായിട്ടുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ കടുത്ത വേദനയും അനുശോചനവുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത വിധത്തിലുള്ള ദൂരത്തിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ സാംസ്കാരിക ലോകത്തിന്, മലയാള ഭാഷയ്ക്ക്, സംഗീത ലോകത്തിന്, സിനിമാ ലോകത്തിനൊക്കെ നികത്താനാവാത്തൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായത്. ആ വിയോഗത്തെ ഉൾക്കൊള്ളാൻ ഇനിയും പല സംഗീത പ്രതിഭകൾക്കും അല്ലെങ്കിൽ സംഗീത രംഗത്തുള്ള ആളുകൾക്കുമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖാർത്ഥമായി പറയാൻ സാധിക്കുന്ന കാര്യം. ഗൗതം, ഇപ്പോൾ സംഗീത നാടക അക്കാദമി ഹാളിലേക്ക് സംവിധായകൻ കമൽ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി അന്ത്യോപചാരം അർപ്പിക്കുകയാണ്.